കഴിഞ്ഞ 2 വർഷങ്ങളിൽ മലയാളത്തിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയത് വെറും 8 ചിത്രങ്ങൾ. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഉന്നതങ്ങളിലേക്ക് നടന്നുകയറിയ മലയാള സിനിമ ഇന്ന് താര മേധാവിത്വത്തിന്റെയും പണക്കൊഴുപ്പത്തിന്റെയും നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ടിരിക്കുന്നു. കാമ്പുള്ള കഥയും കരുത്തുറ്റ കഥാപാത്രങ്ങളും പഴങ്കഥയാകുന്നു. അച്ചടക്കത്തിന്റെ ബാലപാഠങ്ങൾ മറക്കുകയാണോ? മലയാള സിനിമയിൽ പ്രതിസന്ധി എന്താണ്? പടങ്ങൾ പൊട്ടുന്നത് താരാധിപത്യം കൊണ്ടാണോ? മൊബൈൽ ഫോൺ നിരോധിച്ചാൽ പ്രശ്നത്തിന് പരിഹാരമാകുമോ? 3.5 കോടി രൂപയും 60,000 അടി ഫിലിമും മാത്രം മതിയോ മലയാള സിനിമ വ്യവസായത്തെ കരകയറ്റാൻ? പുത്തൻ ആശയങ്ങൾക്കും പുതുമുഖ നടന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും എന്തേ മലയാള നാട്ടിൽ അന്വേഷിക്കുന്നു വാർത്തകൾക്ക് പിന്നിൽ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് ചലച്ചിത്ര സംവിധായകൻ ശ്രീ രാജസേനൻ, ചലച്ചിത്ര നിരൂപകൻ ശ്രീ ചന്ദ്രശേഖർ എന്നിവരെ സ്റ്റുഡിയോയിലും, അതുപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സുരേഷ് കുമാർ ജി നായർ, സംവിധായകൻ വിനയൻ, ഫെഫ്ക സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ, പ്രൊഡ്യൂസർ സുബൈർ എന്നിവരെ നമ്മൾ ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ഈ വിഷയത്തിൽ ന്യൂസ് ഡെസ്ക് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മലയാള സിനിമ വീണ്ടും ഒരു പ്രതിസന്ധിയുടെ വക്കിലേക്ക്. മിക്ക